എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കറന്റ് അഫയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 2-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ്. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി കറണ്ട് അഫയേഴ്സ് റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ talentkerala.com വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 2-ന്റെ പ്രത്യേകതയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഫെബ്രുവരി 2-ന്റെ പ്രത്യേകത. ലോക തണ്ണീർത്തട ദിനമാണ്. എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2 എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നത്. അതായത് തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് എന്ത് ചെയ്യുക, അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് ഫെബ്രുവരി 2 എന്തായിട്ട് ആചരിക്കുന്നത്, ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ എന്താണ് ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അതായത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ് ഈ വർഷത്തെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രമേയം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കേന്ദ്ര ബജറ്റ് 2024-25. അപ്പോൾ 2024-25 വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു ഇടക്കാല ബജറ്റാണ്, നമുക്കറിയാം. ഇനി അതുപോലെ തന്നെ മുൻപൊരിക്കൽ PSCക്ക് ചോദിച്ചിട്ടുണ്ട്, അതായത് ഒരു പ്രത്യേക വർഷത്തെ എന്താണ് ബജറ്റ് അവതരിപ്പിച്ചത് ആര് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കുക, കേന്ദ്ര ബജറ്റ് 2024-25 അവതരിപ്പിച്ചത് ആരാണ്? അത് നിർമ്മല സീതാരാമൻ. ആരാണ്? നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബജറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ. അതായത് തുടർച്ചയായിട്ടുള്ള 6ാമത് ബജറ്റാണ് ആര് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഇനി ഒരു പ്രത്യേകത നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഊഹിച്ചെടുക്കാം. അതായത് എന്താണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റാണ് എന്തെന്ന് പറയുന്നത് 2024-25 ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റ് ഏതാണ്? 2024-25 ബജറ്റാണ്. അത് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ നയപ്രഖ്യാപനം നടത്തിയ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ആരാണ്? ദ്രൗപദി മുർമു ആണ്. അപ്പോൾ അതുകൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ കേന്ദ്ര ബജറ്റ് 2024-25 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ബജറ്റിലുള്ള എന്താണ് വരവുകളുടെ കണക്കുകളെ പറ്റിയാണ്. വരവ് ചെലവ് കണക്കുകളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ വരവ് അത് എത്ര പെർസെൻറ്റേജ് ആണ്, ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള വരവാണ്, എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മുൻപൊരിക്കൽ PSC ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് വരവ് കണക്കുകളാണ്. അതായത് കടമെടുപ്പ്, അതുപോലെ തന്നെ മറ്റു ബാധ്യതകൾ, അതായത് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ്, അതിൽ നിന്നുള്ള വരവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28%. എത്രയാണ്? 28%. ഇനി അടുത്തത് നികുതിയേതര വരുമാനം, അതായത് നോൺ ടാക്സ് റെസീപ്റ്റ്സ് ആണ്. അതിൽ 7%. എത്രയാണ്? 7%. ഇനി അടുത്തത് കടമല്ലാത്ത മൂലധന വരവ്, അതായത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്, അത് 1%. എത്രയാണ്? 1%. ഇനി അതുപോലെ തന്നെ കസ്റ്റംസ് എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4%. ഇതാണ് 4%. അപ്പോൾ കാര്യമായിട്ട് ഈ മേഖലകൾ ഓർക്കുക, എത്ര ശതമാനമാണെന്ന് ഓർക്കുക. കാരണം ഇതിനു മുൻപ് എന്താണ് PSC ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കുക. ഇനി ബാക്കി വരവുകൾ കൂടി നോക്കാം. അതായത് GSTയും മറ്റു നികുതികളും, അതായത് GST ആൻഡ് അതർ ടാക്സസ് എത്ര പെർസെൻറ്റേജ് ആണ്? 18%. എത്രയാണ്? 18%. ഇനി അതുപോലെ തന്നെ കോർപ്പറേഷൻ ടാക്സ്, എന്താണ് കോർപ്പറേഷൻ ടാക്സ്, എത്രയാണ്? 17%. എത്രയാണ്? 17%. ഇനി യൂണിയൻ എക്സൈസ് തീരുവ, ഇതാണ് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ്, എത്രയാണ്? 5%. എത്രയാണ്? 5%. ഇനി ആദായ നികുതി, അതായത് ഇൻകം ടാക്സ്, എന്താണ് ഇൻകം ടാക്സ് എന്നുള്ള വരവെന്ന് പറയുന്നത് 19%. എത്രയാണ്? 19%. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വരവുകളും അതിൻ്റെ എന്താണ് പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ വരവുകൾ കാര്യമായിട്ട് ഓർക്കുക, അതിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് കൂടെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചെലവുകളെ പറ്റിയാണ്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തേത് പലിശ അടവ് അഥവാ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. എന്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്? 20%. എത്രയാണ്? 20%. ഇനി അടുത്തത് കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ അഥവാ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, അത് 8%. എത്രയാണ്? 8%. ഇനി അതുപോലെ തന്നെ സബ്സിഡീസ് എന്ന് പറയുന്നത് 6%. എത്രയാണ്? 6%. സബ്സിഡീസ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത എന്താണ് പ്രതിരോധത്തിനായിട്ടുള്ള ചെലവെന്ന് പറയുന്നത് 8%, 8%. എത്രയാണ്? 8%. ഇനി അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികൾ, അതായത് കേന്ദ്ര പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ളത് 16%. എത്രയാണ്? 16%. ഇനി ഫിനാൻസ് കമ്മീഷൻ അതുപോലെ തന്നെ മറ്റ് ട്രാൻസ്ഫറുകൾ ഇവയ്ക്കായിട്ടുള്ള എന്താണ് ചെലവെന്ന് പറയുന്നത് 8%, 8% തന്നെയാണ്. ഇനി അടുത്ത നോക്കാനുള്ളത് സംസ്ഥാന തീരുവ അഥവാ നികുതി വിഹിതം, അതായത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, അത് 20%. എത്രയാണ്? 20%. ഇനി മറ്റു ചെലവുകൾ എന്ന് പറയുന്നത് 9%. എത്രയാണ്? 9%. അതുപോലെ തന്നെ പെൻഷൻ, അപ്പോൾ പെൻഷൻ്റെ ഇതിൽ എന്ന് പറയുന്നത് എത്രയാണ്? 4%. എത്രയാണ്? 4%. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വരവുകൾ പറഞ്ഞു, അത് എത്ര ശതമാനമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാന ചെലവുകൾ പറഞ്ഞു, അത് എത്ര ശതമാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും വളരെ കാര്യമായിട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകുക. മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അതിന്റെ ബാക്കിയായിട്ട്, അതായത് മന്ത്രാലയങ്ങൾക്കായിട്ടുള്ള തുക, അതായത് ലക്ഷം കോടിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കണക്ക് പറയുന്നത്. എത്ര ലക്ഷം കോടി എന്നുള്ളത് നമ്മൾ കണക്ക് പറയുന്നത്. അതായത് പ്രതിരോധ മന്ത്രാലയത്തിന് 6.2 ലക്ഷം കോടി, ഇത്രയാണ് 6.2 ലക്ഷം കോടിയാണ് പ്രതിരോധ വകുപ്പിന് എന്ത് ചെയ്തിട്ടുള്ളത്? മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഗതാഗത വകുപ്പിന് 2.78, അതുപോലെ തന്നെ റെയിൽവേക്കായിട്ട് 2.55. ഇനി ഉപഭോക്തൃ കാര്യം അതുപോലെ എന്താണ് ഭക്ഷ്യ പൊതുവിതരണം, ഈ ഒരു വകുപ്പിനായിട്ട് 2.13. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന് 2.03. ഇനി ഗ്രാമീണ വികസന വകുപ്പിന് 1.77. എത്രയാണ്? 1.77. അതുപോലെ തന്നെ രാസവസ്തു വളം ഈ മേഖലയ്ക്കായിട്ട് 1.68. ഇനി വാർത്താവിനിമയം ഈ ഒരു വകുപ്പിനായിട്ട് 1.37. ഇനി അതുപോലെ തന്നെ കൃഷിക്കായിട്ട് 1.27. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് മന്ത്രാലയങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളതെന്ന് പറയുന്നത് തുകയെന്ന് പറയുന്നത് അത് ലക്ഷം കോടിയിലാണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രഖ്യാപനങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിലാദ്യം നമ്മൾ നോക്കുന്നത് 5 അക്വാ പാർക്കുകൾ എന്ത് ചെയ്യും? ആരംഭിക്കും. എത്രയാണ്? 5 അക്വാ പാർക്കുകളാണ്. പക്ഷേ ഇത് എവിടെയാണ് സ്ഥാപിക്കുന്നതിനെ പറ്റി എന്ത് ചെയ്തിട്ടില്ല, വിവരങ്ങൾ ലഭ്യമല്ല. അപ്പോൾ 5 അക്വാ പാർക്കുകൾ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് സ്പേസ് എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ആ സ്പേസുകൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കറക്റ്റ് സ്പോട്ട് പറയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഇനി അതിനുശേഷമുള്ളത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഇതാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി വ്യാപിപ്പിക്കും. ഇതാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതി വ്യാപിപ്പിക്കും. ഓൾറെഡി ഉള്ള പദ്ധതിയാണ്. അപ്പോൾ പേരിന് നമുക്കറിയാം എന്താണ്, മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് വികസനങ്ങൾക്കുള്ള പദ്ധതിയാണ് ഈ പറയുന്ന മത്സ്യസമ്പദ യോജന പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. ഇനി ബ്ലൂ എക്കോണമി 2.0 ആവിഷ്കരിക്കും. എന്താണ്? ബ്ലൂ എക്കോണമി 2.0 ആവിഷ്കരിക്കും എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ബ്ലൂ എക്കോണമി 2.0 എന്ന് പറയുന്നത് ഈ പറയുന്ന കടൽ വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുടെ എന്താണ് സംരക്ഷണം, അതുവരെയുള്ള വികസനം, ഇതൊക്കെയാണ് ഈ പറയുന്ന ബ്ലൂ എക്കോണമി 2.0 എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ എന്താണ് ബ്ലൂ എക്കോണമി 2.0 ആവിഷ്കരിക്കും. ഇനി അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കും. എന്താണ് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിനായിട്ടുള്ള വാക്സിൻ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കും. ഇനി ഒരു വർഷത്തിനുള്ളിൽ 1 കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് ആ പദ്ധതി എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി സൂര്യോദയ യോജന. എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അപ്പൊ അതിനായിട്ട് 10,000 കോടി രൂപ എന്ത് ചെയ്തു? വകയിരുത്തി. എത്രയാണ്? അതിനു വേണ്ടിയിട്ട് 10,000 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആശാ വർക്കർമാർ അതുപോലെ തന്നെ അംഗനവാടി വർക്കർമാർ ഇവരെ എന്തിലേക്ക് ഉൾപ്പെടുത്തി? ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അപ്പൊ എന്താണ് ആശാ വർക്കർമാർ അതുപോലെ തന്നെ അംഗൻവാടി വർക്കർമാർ എന്നിവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ചികിത്സാ പദ്ധതിയാണ്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തി. ഇനി അതിനുശേഷമുള്ളത് മിഷൻ ഇന്ദ്രധനുഷ്. എന്താണ് മിഷൻ ഇന്ദ്രധനുഷ്? ഓൾറെഡി ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള വാക്സിൻ എന്താണ് ഉറപ്പാക്കാനുള്ള എന്താണ് മിഷനാണ് എന്ന് പറയുന്നത് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. അത് സജീവമാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ മിഷൻ ഇന്ദ്രധനുഷ് സജീവമാക്കാനായിട്ട് തീരുമാനിച്ചു. അതുപോലെ തന്നെ രാജ്യത്തെ വാക്സിനേഷൻ ഏകോപിപ്പിക്കുന്നതിനായിട്ട് യുവിൻ പോർട്ടൽ എന്ത് ചെയ്യും? സജ്ജമാക്കും. അപ്പോൾ എന്താണ് യുവിൻ പോർട്ടൽ സജ്ജമാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എന്താണ് നമ്മൾ പ്രധാനപ്പെട്ട എന്താണ് ഈ ഒരു ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഓർക്കുക, ഇതിൽ തന്നെയുള്ള പദ്ധതികൾ ഓർക്കുക. അത് വളരെ കാര്യമായിട്ട്, കാരണം കേന്ദ്ര ബജറ്റ് 2024-25 വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയും ഒമാനും ചേർന്നുള്ള 12ാമത് സൈനിക സഹകരണ സമിതി യോഗത്തിന്റെ വേദി. അപ്പോൾ എന്താണ് ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നുള്ളതാണ്? ഒമാനും ചേർന്നുള്ള 12ാമത് സൈനിക സഹകരണ സമിതി യോഗത്തിന്റെ വേദി എവിടെയാണ്? അത് മസ്കറ്റ്. എവിടെയാണ്? മസ്കറ്റ് ആണ് വേദി. ഓർത്തു വയ്ക്കുക.
ഇനി വീണ്ടും ഒരു വേദിയാണ് നോക്കാനുള്ളത്. അതായത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024ന്റെ വേദി എവിടെ എന്നുള്ളതാണ്. അത് ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദി. ഈ ഒരു വേദി കൂടി ഓർക്കുക. അതിപ്പോൾ നടക്കുകയാണ്. അത് കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു വർഷം ആചരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയിട്ട് ആചരിക്കുന്നത് ഏത് വർഷമാണ്? അപ്പോൾ അതാണ് ആരാചരിക്കുന്നതാണ് പറഞ്ഞത്? ഇന്ത്യൻ നാവികസേന എന്തായിട്ട് ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ച വർഷം എന്നാണ്? 2024. എന്നാണ് 2024. ഇനി ഇതല്ലാതെ 2024ന്റെ എന്ത് അന്താരാഷ്ട്ര വർഷമാണ് 2024 എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് ആണ് 2024 എന്ന് പറയുന്നത്. ഇനി അതിനൊപ്പം തന്നെ ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചതും എന്ന് തന്നെയാണ് 2024 തന്നെയാണ്. ഇനി വീണ്ടും ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ICCയുടെ വാർഷിക പൊതുയോഗം 2024. 2024 എന്നാണ് ICCയുടെ വാർഷിക പൊതുയോഗം നടക്കുകയാണ്. അത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്ക. എവിടെ വെച്ചാണ്? ശ്രീലങ്കയിൽ വെച്ചാണ് നടക്കുന്നത്. കാര്യമായിട്ട് ഓർക്കുക, എവിടെ വെച്ചാണ്? ശ്രീലങ്കയിലാണ്. നമ്മളൊക്കെ അറിയാം എന്താണ് കഴിഞ്ഞ വർഷം 2023 ഏകദിന വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന ശ്രീലങ്കയെ ICC സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? ആ സസ്പെൻഷൻ പിൻവലിച്ചു. അപ്പൊ അതിന് പിന്നാലെ എന്ത് ചെയ്തിരിക്കുകയാണ്? ICCയുടെ വാർഷിക പൊതുയോഗം, 2024 നടക്കുന്ന ICCയുടെ വാർഷിക പൊതുയോഗം എവിടെ വെച്ച് നടത്താൻ പോകുന്നു? ശ്രീലങ്കയിൽ വെച്ച് നടത്താൻ പോകുന്നു. അപ്പൊ ആ ഒരു വേദി കൂടി ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് 2024 ഹുറൂൺ ഗ്ലോബൽ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള 500 നോൺ സ്റ്റേറ്റ് നിയന്ത്രിത കമ്പനികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏത് കമ്പനി എന്നാണ്. അതായത് 2023 എന്ന ഒരു പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 2024 എന്ത് ചെയ്തിരിക്കുന്നു? ഹുറൂൺ ഗ്ലോബൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നു, ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നു. അതിലെന്താണ്? ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള 500 നോൺ സ്റ്റേറ്റ് നിയന്ത്രിത കമ്പനികളുടെ പട്ടികയാണ്. അപ്പോൾ അതിൽ ഒന്നാമത് വന്നത് ആപ്പിൾ. ആരാണ്? ആപ്പിൾ ആണ്. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയാണ് ഒന്നാമത് വന്നത്. ഇനി രണ്ടാം സ്ഥാനത്ത് മൈക്രോസോഫ്റ്റ് ആണ്. ഇതാണ് രണ്ടാം സ്ഥാനത്ത് മൈക്രോസോഫ്റ്റ് ആണ്. അപ്പോൾ അതുകൂടി ഒന്ന് കാര്യമായിട്ട് ഓർക്കുക. അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഡാക്കർ റാലിയിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നാണ്. ഡാക്കർ റാലിയിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ്? അത് ഹരിത് നോഹ. ആരാണ്? ഹരിത് നോഹയാണ്. അപ്പോൾ ഈ ഒരു പേരൊന്ന് ഓർക്കുക. എന്തിലാണ്? ഡാക്കർ റാലിയിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? ഹരിത് നോഹ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു 5 രാജ്യങ്ങളുടെ പേരാണ്. അതായത് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ട്രാൻസ് ഫാറ്റി ആസിഡുകളെ ഒഴിവാക്കുന്നതിലെ പുരോഗതിക്കുള്ള ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് ലഭിച്ച രാജ്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ്? 5 രാജ്യങ്ങളുടെ പേരാണെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് ലഭിച്ചത് 5 രാജ്യങ്ങൾക്കാണ്. എന്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞു? എന്താണ്? വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ട്രാൻസ് ഫാറ്റി ആസിഡുകളെ ഒഴിവാക്കുന്നതിലെ പുരോഗതിക്കുള്ള ആരുടെയാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എന്താണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് ലഭിച്ച രാജ്യങ്ങൾ. അപ്പൊ 5 രാജ്യങ്ങൾ എന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഡെൻമാർക്ക്. ഏതാണ്? ഡെൻമാർക്ക്, ലിത്വാനിയ, പോളണ്ട്, സൗദി അറേബ്യ, അതുപോലെ തായ്ലൻഡ്. ഏതൊക്കെയാണ്? ഡെൻമാർക്ക്, ലിത്വാനിയ, പോളണ്ട്, സൗദി അറേബ്യ, തായ്ലൻഡ്. ഈ 5 രാജ്യങ്ങളാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് ലഭിച്ചെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായിട്ട് ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി. അപ്പൊ എന്താണ്? ആദ്യമായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ എന്താണ് ചിപ്പ് ഘടിപ്പിച്ച കമ്പനി ഏതെന്നുള്ളതാണ്. അത് ന്യൂറാലിങ്ക്. ഏതാണ്? ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓണർ നമുക്കറിയാം ആരാണ്? അത് എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. ഇനി ഇവർ വികസിപ്പിച്ച ഒരു ചിപ്പിന്റെ പേര് കൂടി ഓർക്കുക. ടെലിപ്പതി. എന്താണ്? ടെലിപ്പതി എന്നാണ് ചിപ്പിന്റെ പേര്. അപ്പോൾ ഒരു ചിപ്പിന്റെ പേര് ഓർക്കുക. എലോൺ മസ്ക് ആണ് ഓണർ എന്ന് ഓർക്കുക. കമ്പനിയുടെ പേര് എന്താണ്? ന്യൂറാലിങ്ക് ആണ്. ഇനി ചർച്ച ചെയ്ത പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കേന്ദ്ര ബജറ്റ് ആയിരുന്നു. കേന്ദ്ര ബജറ്റ് 2024-25 ആണ് നമ്മൾ ചർച്ച ചെയ്ത. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് അവതരിപ്പിച്ച ആരാണെന്ന് പറഞ്ഞു? നിർമ്മലാ സീതാരാമനാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് വരവ് ചെലവ് കണക്കുകൾ, അതുപോലെ തന്നെ ഓരോ വകുപ്പുകൾക്ക് മന്ത്രാലയങ്ങൾക്ക് മാറ്റിവെച്ച എന്താണ് ആ ഒരു തുകകൾ, ഇനി അതുപോലെ തന്നെ ബജറ്റിലെ മറ്റ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് എന്താണ്? ഒരു വേദിയാണ്. അതായത് ഇന്ത്യയും ഒമാനും ചേർന്നുള്ള 12ാമത് സൈനിക സഹകരണ സമിതി യോഗത്തിന്റെ വേദി. അപ്പോൾ എന്താണ്? ഇന്ത്യയും ഒമാനും ചേർന്നുള്ള 12ാമത് സൈനിക സഹകരണ സമിതി യോഗത്തിന്റെ വേദി എവിടെയാണ്? മസ്കറ്റ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ചർച്ച ചെയ്ത് മറ്റൊരു വേദിയായിരുന്നു. അതായത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024. 2024 നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ആണ്. അത് കഴിയുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ അതിന്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹി. ഇവിടെയാണ് ന്യൂഡൽഹിയാണ് വേദി. ഇനി അതിനുശേഷം ചർച്ച ചെയ്ത് എന്താണ്? ഒരു വർഷം, അതായത് എന്താണ്? 2024 ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയിട്ട് ആരാചരിക്കാൻ തീരുമാനിച്ചു? ഇന്ത്യൻ നാവികസേന. അപ്പോൾ ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏതാണ്? 2024.
അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് വീണ്ടും ഒരു വേദിയാണ്, അതായത് ICCയുടെ വാർഷിക പൊതുയോഗം. അപ്പോൾ 2024 ICCയുടെ വാർഷിക പൊതുയോഗം നടക്കുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ശ്രീലങ്കയിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ്, ശ്രീലങ്കയിൽ വെച്ചാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പട്ടികയായിരുന്നു, അതായത് 2024 ഹുറൂൺ ഗ്ലോബൽ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള 500 നോൺ സ്റ്റേറ്റ് നിയന്ത്രിത കമ്പനികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? ആപ്പിൾ ആണ്. ആരാണ്? ആപ്പിൾ ആണ്. ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു? ധാക്കർ റാലിയിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. അപ്പോൾ അതാണ് ധാക്കർ റാലിയിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യക്കാരനാരെന്നാണ്? അത് ഹരിത് നോഹയാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ആദ്യമായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? എലോൺ മസ്കിന്റെ കമ്പനി ആയിട്ടുള്ള ന്യൂറാലിങ്ക്. ഏതാണ്? ന്യൂറാലിങ്ക് ആണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 5 രാജ്യങ്ങളുടെ പേരുകളായിരുന്നു, അതായത് WHO സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത്? വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ട്രാൻസ് ഫാറ്റി ആസിഡുകളെ ഒഴിവാക്കുന്നതിലെ പുരോഗതിക്കുള്ള ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് ലഭിച്ച രാജ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏതൊക്കെയാണ്? ഡെൻമാർക്ക്, ലിത്വാനിയ, പോളണ്ട്, സൗദി അറേബ്യ, തായ്ലൻഡ്. അപ്പോൾ ഈ 5 രാജ്യങ്ങളുടെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കും. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി തമിഴ്നാട്, ഡി ഒഡീഷ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2024 ഡബിൾ സ്ട്രൈക്ക് സൈനിക അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഒഡീഷ, ബി പശ്ചിമ ബംഗാൾ, സി പഞ്ചാബ്, ഡി ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനിൽകുമാർ ലഹോട്ടി, ബി ജയവർമ്മ സിൻഹ, ഓപ്ഷൻ സി മീനാക്ഷി ഗുപ്ത, ഓപ്ഷൻ ഡി PD വഗേല. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അനിൽകുമാർ ലഹോട്ടി ആണ് എന്തെന്ന് പറയുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായിട്ട് ചുമതലയേറ്റത്. നമുക്കറിയാം മുൻ റെയിൽവേ ബോർഡ് ചെയർമാൻ ആണ് ആരെന്ന് പറയുന്നത്? അനിൽകുമാർ ലഹോട്ടി എന്ന് പറയുന്നത്. ഇനി നിലവിലെ റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? ജയവർമ്മ സിൻഹ. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ INS തൽവാർ, ബി INS വിക്രമാദിത്യ, ഓപ്ഷൻ സി INS സുമിത്ര, ഓപ്ഷൻ ഡി INS ചെന്നൈ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, INS സുമിത്രയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാന്റെ ഇമാൻ എന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ടിനെ എന്ത് ചെയ്തത്? മോചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക. ഈ വർഷം ഒരു ജോലി നേടിയെടുക്കും. ഫെബ്രുവരി 2-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.